ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ അംഗം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ജിൻഡോ ജാസ്മിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു ജാസ്മിൻ ബാത്റൂം കഴിയുന്നില്ലെന്ന്. ജാസ്മിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ സിബിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനൊരു തീരുമാനം ആകാതെ ഞാൻ ബാത്റൂം കഴിയില്ല എന്ന്. പക്ഷെ തൊട്ടടുത്ത് നിന്ന സിബിൻ ഇത് ശരിക്കും ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും, എന്താണ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് വീഴുന്നുള്ളത്. അപ്പോൾ സിബിൻ അടുത്ത് വന്ന് ചോദിച്ചു, നീ ബാത്റൂം കഴുകുന്നില്ലെന്ന് ചോദിച്ചപ്പോഴേക്കും ജാസ്മിൻ പറഞ്ഞു ഇല്ല. ഇതാണ് ജാസ്മിൻ്റെ മറുപടി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സിബിൻ്റെ വായിൽ നിന്ന് വരുന്നതാണ്, ഓക്കെ നീ കഴുകണ്ട, തിന്നു കുടിച്ച് ഉറങ്ങി അവിടെ സുഖമായിട്ട് ഇവിടെ ജീവിച്ചു. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ഔദാര്യമായിട്ട് കണ്ടാൽ മതി എന്നുള്ള കാര്യം. ഈ സമയത്ത് ആ ഒരു സ്പോട്ടിൽ ഗബ്രി രംഗത്ത് വരുവാണ്. ഇവിടെ ആരും ആരുടെ ഔദാര്യത്തിലല്ല കഴിയുമെന്ന് ഗബ്രി പറയുന്നു. അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട്, പുള്ളി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാങ് എല്ലാവരും കൂടെ ആ ഒരു വഴക്കിൽ പങ്കാളികളായി. ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ അപ്സരയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേന്ന്. കാരണം ആരും ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും സംസാരിക്കാൻ അവിടെ ഇല്ല. സത്യത്തിൽ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാണുന്നതാണ്. ഒരു വാക്ക് പോലും അവർക്ക് വേണ്ടിയിട്ട്, ജസ്റ്റ് ചില സമയത്ത് നമ്മുടെ റസ്മിൻ അല്ലാതെ ഒരു മനുഷ്യർ അവർക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിക്കാൻ അവിടെ ഇല്ല. അപ്പോൾ വീണ്ടും ജാസ്മിൻ പറയുകയാണ്, ചില കാര്യങ്ങൾ ചോദിച്ചു ചെന്നാൽ മനുഷ്യപ്പറ്റില്ലാതെയാണ് പെരുമാറുന്നത്. അടുത്ത നന്ദനയിലേക്ക് തിരിഞ്ഞു. നന്ദന, നിനക്കെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ? ആ സമയത്ത് നന്ദന പറഞ്ഞു, ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു. ഇത് എല്ലാവരും കൂടെ ഈ ഒരു സമയത്ത് എല്ലാവരും കൂടെ ഈ ഒരു വഴക്കങ്ങ് ഏറ്റെടുത്തു. ശരിക്കും കറക്റ്റ് ശരണ്യ പറഞ്ഞൊരു പോയിൻ്റ് എന്ന് പറയുമ്പോഴേക്കും ഇത് എപ്പോഴും ഈ ഒരു ഡ്രാമ നമുക്ക് ക്ഷമിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ ജാസ്മിൻ ശരണ്യയോട് ചോദിച്ചു എന്ത് ഡ്രാമ? അപ്പോൾ പുള്ളിക്കാരി തിരിച്ചു പറഞ്ഞു, ശരണ്യ പറഞ്ഞു, ഒരു ദിവസം കരയുന്ന ഒരു ഡ്രാമ, ഒരു ദിവസം ചിരിക്കുന്ന ഒരു ഡ്രാമ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഡ്രാമകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്കത് ക്ഷമിച്ച് തരാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ 6 മത്സരാർത്ഥികൾ വന്നപ്പോഴേക്കും ജാസ്മിനും ഗബ്രി ശരിക്കും എല്ലാ തരത്തിലും ബിഗ് ബോസ് വീട്ടിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയായി.